നമ്മളങ്ങനെ മുട്ടം കാനാർ റൂട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കാനാറിന്ന് കുറച്ച് ദൂരമുണ്ട്, എന്നുവെച്ചാൽ ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം ഉള്ളൂ നമ്മുടെ വാഗമൺ സൈഡിലോട്ട്. 20 കിലോമീറ്ററാണെന്നാണ് എൻ്റെ ഒരു ഇത്. മൂലമറ്റത്തായിട്ട് പോകേണ്ട കറക്റ്റ് കാര്യമില്ല, നമുക്ക് കാനാർ വഴി പോകാൻ പറ്റും, മൂലമറ്റത്ത് ചെന്നിട്ട് പോകാൻ പറ്റും. നമ്മളിപ്പോൾ കാനാർ വഴിയാണ് നമ്മൾ പുള്ളിക്കാനത്തേക്ക് പോകുന്നത്. ആ റോഡാണ് ഭയങ്കര പുതിയ സെറ്റപ്പായിട്ട് പണിതേക്കുന്ന റോഡില്ലേ. ഞാൻ പണ്ട് ആ വഴി പോയിട്ടുണ്ട്. പണ്ട് ആ വഴി ദുരന്തം റോഡായിരുന്നു. പണ്ട് ഭയങ്കര കയറ്റവർക്കൊക്കെ ഉള്ള റോഡും ഭയങ്കര കട്ടറുള്ള റോഡുമായിരുന്നു കേട്ടോ അത്. പക്ഷെ ഇപ്പോൾ വഴി ഭയങ്കര അടിപൊളിയാണ്. മഴക്കാലം ആയതുകൊണ്ട് ചിലപ്പോൾ ഇപ്പം നമ്മൾ മഴക്കാലം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഈ ഇടുക്കി ജില്ലയിലൊക്കെ ഓറഞ്ച് അലർട്ടൊക്കെ ഉള്ള ദിവസമാണ്. പക്ഷേ ഇവിടെ നല്ല വെയിലാണ്. അതെന്ത് നമ്മൾ കാലാവസ്ഥക്കാരെങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ചെറിയ തണുപ്പും നല്ല സൂര്യൻ്റെ ആദ്യത്തെ കിരണങ്ങൾ ഇങ്ങനെ വരുമ്പോഴൊരു കലക്കം മൂടില്ലേ, അതാണിപ്പോൾ ഈ വഴിയിലുള്ളത്. അത്രയും സമയം ആയിട്ടില്ലേ, 7 മണി കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് സൈഡിൽ അപ്പുറത്തൊക്കെ കുറച്ച് നമ്മുടെ മലനിരകളൊക്കെ കാണാം. ആ വഴിയാണ് പോകണേന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അന്ന് പോയത് പക്ഷെ കുറേ കൊല്ലമായിട്ടോ. എന്നുവെച്ചാൽ ഒരു 10 കൊല്ലത്തിന് മേലായിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ സാധാരണ മറ്റേ ഈരാറ്റുപേട്ട റോട്ടിൽ കൂടിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഈ പുള്ളിക്കാനം വഴി പോകാൻ നോക്കും. ഞാൻ രണ്ടാമത്തെ വർഷമാണ്, പക്ഷേ ആദ്യത്തെ പ്രാവശ്യം പോയത് എനിക്ക് വലിയ കൃത്യമായിട്ടുള്ള ഓർമ്മയില്ല. പക്ഷെ കുറേ വെള്ളച്ചാട്ടമുണ്ട്. പണ്ട് റോഡ് കലക്കനായിട്ടും മോശമായി, അതെനിക്ക് നന്നായിട്ട് അറിയാം. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും. നമ്മളങ്ങനെ മൂലമറ്റം എത്തി കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് മൂലമറ്റത്താണ്. മൂലമറ്റത്ത് എങ്ങാട്ടായിരുന്നു ആ റോഡ്. ആ റോഡ് ഒക്കെ എടുക്കാം, നമുക്ക് പോയി നോക്കാം. നമുക്ക് പയ്യെ നോക്കാം. മൂലമറ്റത്ത് നിന്ന് റൈറ്റാണ് കേട്ടോ പോകേണ്ടത്. ഈ വഴി ഇവിടെ നിന്ന് റൈറ്റ് പോയാൽ വാഗമൺ. റോഡ് തുടക്കം ഇത്തിരി മോശമാണെങ്കിലും പിന്നീട് അങ്ങോട്ട് ഓക്കെ ഒന്ന് തോന്നണം. അറിയാൻ പാടില്ല, നോക്കാം. മൂലമറ്റം പവർ ഹൗസിൻ്റെ ആ ഭാഗത്തൂടെ കേട്ടോ പോണേ. ഈ വഴിയാണ് പുള്ളിക്കാനം റൂട്ട് എന്ന് പറയുന്ന റോഡ്. അമ്പോ അടിപൊളി സ്കൂളാണല്ലോ. ഇത് ട്രെയിനാ, കൊള്ളാല്ലേ. ഈ ട്രെയിനിൻ്റെ മോഡലിലാണ് സ്കൂൾ ഉണ്ടാക്കി നോക്കി. നല്ല രസമുണ്ട് കാണാൻ. മൂലമറ്റം നമ്മളങ്ങനെ മൂലമറ്റത്തുനിന്ന് പുള്ളിക്കാനത്തായിട്ടുള്ള റോഡ് കയറിയിട്ടുണ്ടോ. ഇവിടെ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട്, 12 കിലോമീറ്റർ ഉണ്ട് പുള്ളിക്കാനത്തേക്ക്. പക്ഷേ തുടക്കം റോഡ് അല്പം മോശമാണെങ്കിലും പിന്നെ കയറി കഴിയുമ്പോൾ നല്ല റോഡാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ കുറേ നാളെ ഇങ്ങോട്ടൊക്കെ പോയിട്ട്, പക്ഷേ എപ്പോഴും പോകാറുള്ള ഭാഗമാണ് മറ്റു വഴി തന്നെ. അത് നോക്കി പൊക്കത്തൊക്കെ കോട വരുന്ന ഒരു ഫീലല്ല, കോട വരുന്നുണ്ട്. ഒരു ചെറിയ ചായയും കുടിച്ചിട്ട് ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. നമുക്ക് വാഗമണ്ണക്കെത്തിയിട്ട് വേണം വല്ല കഴിക്കാൻ. പുള്ളിക്കാനം 14 കിലോമീറ്റർ, വാഗമൺ 21 കിലോമീറ്റർ. അപ്പോൾ നോക്കാം. പുള്ളിക്കാനം 14 കിലോമീറ്റർ. പക്ഷെ നമ്മൾ മിക്കടുത്തും കണ്ടേക്കാൻ 11-12 കിലോമീറ്റർ ഉള്ളതാണ്ട. മിക്കടുത്ത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഗൂഗിളിൽ തന്നെ ഇരിക്കും. കുറച്ചേരം കഴിയുമ്പോൾ നല്ല സ്വീപ്പായിട്ടുള്ള കയറ്റമൊക്കെ വരും. ഈ റോഡിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ചെറിയ വഴിയും കൂടെയാണ്. പക്ഷെ അത്യാവശ്യം നല്ല റൂട്ടാണ്. ഇപ്പം ഇവിടെ തൊട്ട് നല്ല റോഡായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത റോഡാണ്. പോണ വഴിക്ക് വേറെ ഒരു പ്രശ്നമുള്ളത്, പമ്പ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വാഗമണ് പോകണ എല്ലാവരും ഈരാറ്റുപേട്ടയിൽ നിന്ന് അടിക്കണ പോലെ ഇത് നമ്മൾ അവസാനത്തെ പമ്പ് അവിടെ നിന്ന് കാണാൻ അവിടെ തന്നെ അടിച്ചേക്കാം. തൊടുപുഴ സൈഡിൽ നിന്ന് തന്നെ ആയിരിക്കും തൊടുപുഴയല്ല, മൂലമറ്റത്തിന് തൊട്ടുമുമ്പുണ്ട് പമ്പൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ബെറ്റർ അടിച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. നമ്മളിങ്ങനെ പയ്യെ കയറ്റം കയറി തുടങ്ങിയിട്ടാണ്. ഈ റോഡ് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ റോഡിൽ കുറേ ഷൂട്ടിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. നമ്മുടെ ഗവി എന്ന് പറഞ്ഞ പോലെ പറ്റിച്ച കുറേ സ്ഥലമൊക്കെ ഉള്ളത് ഈ റൂട്ടിലാണ്. നമ്മുടെ ഓർഡിനറിയിൽ ഗവി എന്ന് പറഞ്ഞാൽ പറ്റിച്ച കുറേ റൂട്ടല്ല കുറേ സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കണം ഇവിടെയാണ്. പിന്നെ ജോസഫ് എന്ന പടം, അങ്ങനത്തെ കുറേ പടങ്ങളുടെ കുറേ സ്ഥലങ്ങൾ ഈ ഭാഗത്തു നിന്നാണ്
ഷൂട്ട് ചെയ്തേക്കണേ. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു പുള്ളിക്കാൻ എസ്റ്റേറ്റ് എത്തും. അവിടെ തൊട്ട് നല്ല കിട്ടില്ല സ്ഥലമാണ്. ഈ റോഡിന് വേറെ പ്രത്യേകത കാണിക്കാണ്ടടുത്തുനിന്ന് എല്ലായിടത്തുനിന്നും വെള്ളം ഒലിച്ചോണ്ടിരിക്കും. പക്ഷെ കുറേ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ വരികയും ചെയ്യും കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഈ വെയിലിങ്ങനെ പയ്യെ അടിച്ചിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി. ആ ചെറിയ തണുപ്പും ചെറിയ ചൂടെന്ന് പറയാനായിട്ടില്ല, തണുപ്പ് തന്നെയുണ്ടോ, അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ശരിക്കും മഴക്കാലമാണെങ്കിൽ ഇതൊക്കെ വെള്ളച്ചാട്ടം പൊക്കത്തു നിന്ന് വെള്ളം വരുന്നുണ്ടോ. ഈ റോഡിൽ നിറയെ വെള്ളച്ചാട്ടമുണ്ട്. ഇത് കണ്ടോ, നൈസല്ലേ, നിറയെ വെള്ളച്ചാട്ടമുള്ള ഒരു കിടിലൻ റൂട്ടും കൂടെയാണ് ഇത്. എന്നുവെച്ചാൽ മഴക്കാലമാണെങ്കിൽ എവിടെ നിന്ന് എല്ലായിടത്തു നിന്ന് വെള്ളം കയറി ഒളിച്ചിട്ടിരിക്കണമാണ്. സാധാരണ ഇതിപ്പോൾ മഴ ഇല്ലാത്ത ദിവസം എന്ന് പറയാൻ പറ്റില്ല, കാരണം മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അത് ഇന്നലെ 2 ദിവസം മുമ്പൊക്കെ ഇവിടെ ഓറഞ്ച് അലർട്ടൊക്കെ ഉണ്ട്. പക്ഷെ മഴ അധികം അങ്ങനെ പെയ്തിട്ടില്ലാന്ന് തോന്നണം. പക്ഷെ എന്നാലും ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല, നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പോകുള്ളൂ. ഈ റോട്ടിൽ അത്ര വലിയ മണ്ണിടിച്ചിൽ അങ്ങനത്തെ ഏരിയ അല്ല, അതുകൊണ്ട് തന്നെ വലിയ സീനില്ല. നിറങ്ങൾ തന്നേ കാണാത്തൊരു കനവും കണ്ടേ ഞാൻ എന്ന ഭാവം മാഞ്ഞേ. ആടിൻ്റെ അന്തരീക്ഷം കേട്ടോ കുറച്ചങ്ങോട്ട് വന്നപ്പോൾ. ഇത് നോക്കി, ഓ അവിടെ തന്നെ ഈ പ്രകാശം ഇങ്ങനെ അടിക്കണതാണ് നല്ല ഭംഗിയുണ്ട്. എന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ പ്രകാശം ഇങ്ങനെ ഫസ്റ്റ് സൂര്യൻ്റെ ഇതൊക്കെ ഇങ്ങനെ വന്ന് റോട്ടിലടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കാണാൻ. അവിടെ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കയറ്റമാണെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കയറ്റങ്ങളാണ്. എന്നാലും വലിയ വിഷയമൊന്നുമില്ല. നമ്മളെ വണ്ടി ഇതായതുകൊണ്ട് പിന്നെ സിമ്പിളായിട്ട് കയറി പോകും. മോളിൽ നിന്ന് ഇങ്ങനെ പയ്യെ കോട ഒഴുകി വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കിട്ടാന്നറിയാൻ പാടില്ല, ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ. പക്ഷെ അത് നോക്കി നല്ലോണം കോട അവിടെയൊക്കെ ആയിട്ടുണ്ട്. മിക്കവാറും നമുക്ക് കോട കിട്ടോട്ടില്ല, കോട കിട്ടിയ മൂടായിരിക്കും. നമ്മളിപ്പോൾ വരുന്ന വഴി ചെറിയ തണുപ്പും അങ്ങനെയൊക്കെ ഉള്ളൂ. അത് കോടയും കൂടെ ഉണ്ടെങ്കിൽ വാഗമൺ പൊളിയാണ്. ഈ സത്യത്തിൽ വാഗമണിൽ ചൂടത്തൊരന് ഏറ്റവും കൊള്ളില്ലാത്ത സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും വാഗമണാന്ന് പറയും. കാരണം നമ്മളിപ്പോൾ എറണാകുളം ആ ഏരിയയിലൊക്കെ കിട്ടുന്ന ആ ചൂടില്ലേ, ആ ചൂടിൻ്റെ ഇരട്ടിയായിരിക്കും നമ്മൾ ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ചൂട്. നല്ല ചൂടുള്ള ഏരിയ. നമുക്ക് ഓട കിട്ടുന്നുള്ള പ്രതീക്ഷയോടെയാണ് അങ്ങോട്ട് പോകണം. ഇന്നൊരു ഇടദിവസം കൊണ്ട് തന്നെ, ഇടദിവസമല്ല അല്ലെങ്കിൽ ഈ റോഡ് അങ്ങനെ അധികം ആൾക്കാരങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ മറ്റേ വാഗമണിലോട്ടുള്ള ഈരാറ്റുപേട്ട റോഡിനേക്കാളും അത്യാവശ്യം നല്ല റോഡ് തന്നെയുണ്ട്. പക്ഷേ ആ റോഡ് ഇപ്പോൾ നല്ലോണം പണിതിട്ടുണ്ട്. ഇതാണ് ഒരു ആനവണ്ടി. ഈ ആനവണ്ടിയൊക്കെ ശരിക്കും ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇങ്ങനത്തെ റൂട്ടിൽ, ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയ ആയിട്ടുള്ള റൂട്ടിലൊക്കെ വെച്ച് അടിപൊളിയായിരിക്കും. ഈ പണ്ട് മറ്റേ ഓർഡിനറി സിനിമയിൽ കാണിച്ച പോലെ നമ്മൾ ആ ആനവണ്ടിയിലാണ് ഇപ്പോൾ ഗവിയിലൊക്കെ പോകണമെങ്കിൽ എന്ത് രസമായിരിക്കുമല്ലേ. പക്ഷെ ഇപ്പോൾ നമ്മൾ മറ്റേ വണ്ടിയിലൊന്നല്ല പോകണം, ഇപ്പോൾ മറ്റേ പുതിയ മോഡൽ വണ്ടിയിലാണ് പോകുന്നത്. പക്ഷെ ആ വണ്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയായിരിക്കും, ഭയങ്കര സീനിക്കുമായിരിക്കും, ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും. കാരണം ഈ ആനവണ്ടീൻ്റെ പഴയൊരു ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴല്ല. ഞാനൊക്കെ ഭയങ്കര ഫാനാണ് അതിൻ്റെ. ആ വണ്ടി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു നൊസ്റ്റാൾജിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. നല്ല കയറ്റമുണ്ട്. ഈ വഴി ഇങ്ങനെ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊക്കത്തെ ആകാശമൊക്കെ നീലനിറായി. പക്ഷേ ഏതൊരു ഭാഗത്തൊരു കോട മൂടുണ്ട്. പക്ഷേ അപ്പോൾ നോക്കാം കോട കിട്ടുവാന്ന്. കോട കിട്ടിയ അടിപൊളിയായിരിക്കും. കലിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും. നമ്മളിങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ 2 വണ്ടിയായിട്ട് വന്നേക്കണം. ഒന്ന് തൗഫീഖ്, പിന്നെ നമ്മുടെ വണ്ടി. നമ്മൾ 2 വണ്ടി. പിന്നെ നമ്മുടെ ഒരേ മൈൻഡുള്ള ആൾക്കാർ നമ്മൾ എവിടെ ട്രിപ്പ് നൈസ് മൂടായിരിക്കും. അതുപോലെ ഒരേ മൈൻഡുള്ള ഒരു കൂട്ടുകാരാണ് അപ്പോൾ നമ്മൾ വൈബുള്ള പിള്ളേരായിട്ടല്ല, അല്ലെങ്കിൽ വൈബുള്ള ആൾക്കാരായിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അത് എവിടെ പോയാലോട്ടോ. നമ്മളിങ്ങനെ നമ്മുടെ എപ്പോഴുള്ളൊരു ട്രാവലിംഗ് പാർട്ട്ണറാട്ടത്. അല്ല, നമ്മൾ കയറി മിക്കവാറും നമുക്ക് കോട കിട്ടും കേട്ടോ. നമ്മൾ ഏറ്റവും പൊക്കത്തെത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് കോട കിട്ടും. കോട കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇത് നല്ലൊരു റൂട്ടാണ് എന്ന് വെച്ചാൽ നല്ലിങ്ങനെ കയറി നമ്മൾ കണ്ടില്ലേ, ഇതുപോലത്തെ കയറ്റങ്ങളാണ്. നല്ല കയറ്റങ്ങളുണ്ടെങ്കിലും ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വാഗമൺ എപ്പോഴും ഈരാറ്റുപേട്ട വഴി പോണേക്കാൾ നമുക്കൊരു മൈൻഡിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു റൂട്ടാണ്. കാരണം നല്ല റോഡാണ്, അത്യാവശ്യം നല്ല കയറ്റമുണ്ട്, എന്നാലും നല്ല റോഡ്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല റോഡ്. നമ്മൾ പണ്ട് വന്നപ്പോൾ ഈ റോഡൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പണ്ടാറണി കിടക്കല്. പക്ഷെ ഇപ്പം നല്ല റോഡാണ്. ഞാൻ പണ്ടെന്ന് ഉദ്ദേശിച്ചത് ഞാൻ കുറേ കൊല്ലം മുമ്പാണ് വന്നേക്കുന്നത്. പക്ഷേ ആ കൊല്ലത്ത് ആ സമയത്ത് എനിക്കിത് പുള്ളിക്കാനോണാന്ന് തന്നെ കൃത്യമായിട്ട് അറിയില്ല. ഞാൻ മൂലക്കത്ത് വാഗമണിലോട്ട് പോയ ആ റൂട്ട്,
ആ റോഡ് ഇത് മാത്രമേ ഉള്ളൂ, വേറെ റോഡൊന്നുമില്ല. നമ്മൾ ഇലവിഴ പൂഞ്ചിറ വഴി പോകാൻ പറ്റും. നമുക്ക് കാനാറിന്ന് വാഗമണിലോട്ട് പോകണം പറ്റി ഇലവിഴ പൂഞ്ചിറ വഴിയാണ്. ഇലവിഴ പൂഞ്ചിറയിൻ്റെ അവിടെ നിന്ന് ഏകദേശം 10-16 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് ആ വഴിയും വാഗമണിലോട്ട് പോകുന്നവർക്ക് പോകാം കേട്ടോ. ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഈ റോഡ് അടിപൊളിയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഫുള്ള് കോട മൂടിയ അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻ്റെയൊക്കെ നമ്മുടെ സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ ഹിൽ സ്റ്റേഷനെല്ലാം മഞ്ഞിൽ മാത്രം നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മൂന്നാർ പോലെ ഇരിക്കണം. വാഗമൺ മൂന്നാറിൻ്റെ അത്ര സുന്ദരിയാണെന്ന് വെച്ചാൽ ഞാൻ സുന്ദരിയല്ലെന്ന് പറയുള്ളൂ. പക്ഷേ ഈ വഴി എനിക്കിഷ്ടപ്പെട്ടു, നല്ല റൂട്ടാണ്. നമ്മളങ്ങനെ കുറേ പാറക്കെട്ടിൻ്റെ സ്ഥലങ്ങളെത്തിയിട്ടാണ് നമ്മളങ്ങനെ എവിടെ കയറിയത്? ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലിട്ട് നമുക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ പുള്ളിക്കാനത്തു നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം ഉണ്ട് വാഗമണിൽ. മൊത്തം 21-22 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കിട്ടാ. പക്ഷേ അത്യാവശ്യം നമ്മൾ തിരക്കൊന്നുമില്ല, ആരുമില്ല. ശരിക്കും നമ്മൾ ഇട ദിവസം വന്നുകൊണ്ട് ശരിക്കും നമ്മൾ 2-3 വണ്ടികൾ തന്നെ ശരിക്കും കണ്ടിട്ടുള്ളൂ. 2 ബസ്സിനൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പോകുന്നൊരു ഇപ്പോൾ സമയം ഏകദേശം 8 മണിയൊക്കെ ആറായപ്പോൾ തന്നെ ഇവിടുത്തെ സ്കൂളിൻ്റെ വണ്ടിക്ക് അങ്ങനത്തെ സർവീസ്, അങ്ങനത്തെ കുറച്ച് 2-3 സർവീസ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് കൂടുതലൊന്നും കണ്ടില്ല കേട്ടോ. ചൂടല്ല, ഒരു ചെറിയ വെയിൽ വന്നിട്ടാ. പക്ഷെ ആ വെയിൽ ഇവിടെ അടിക്കണതാണ് നല്ല രസമാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നിർത്താം. ഇവിടെയൊക്കെ നല്ല രസമുള്ളൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് കണ്ട് പയ്യപ്പോൾ അയ്യോ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ പൊക്കത്തായിട്ട് കയറിയിട്ടുണ്ട്. നല്ല ഹൈറ്റിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കാതൊക്കെ ഇങ്ങനെ അടഞ്ഞോളൊരു മൂടുണ്ട്. കാരണം നമ്മൾ പെട്ടെന്നാണ് പൊക്കത്തുനിന്ന് ഇങ്ങോട്ട് കയറിയിരിക്കണേ. ഇത് ടീ എസ്റ്റേറ്റ് ആണെന്നോ അങ്ങോട്ട് കണ്ടിട്ട്. ടീ എസ്റ്റേറ്റ് ആയിരിക്കും. പുള്ളിക്കാത്തൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. ആ ടീ എസ്റ്റേറ്റ് ഭയങ്കര ഫേമസ് ആണ്. ടീ എസ്റ്റേറ്റ് അല്ല, സ്കൂളായിരുന്നു. ഞാൻ അവർക്ക് ടീ എസ്റ്റേറ്റ് തേയിലത്തോട്ടങ്ങളെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ പുള്ളിക്കാനം ഏകദേശം എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്തോട്ടാണ് പുള്ളിക്കാനം ശരിക്കും ടീ എസ്റ്റേറ്റ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും പുള്ളിക്കാനം ടീ എസ്റ്റേറ്റുകൾ. പക്ഷെ നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. നമുക്ക് കോട കിട്ടുക എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ആകാശം കുറച്ച് മൂടി വരുന്നുണ്ട്. വരുന്നതുകൊണ്ട് തന്നെ കോട കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം കോട കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് കോടയൊക്കെ പ്രതീക്ഷിച്ച് വന്നാൽ ചിലപ്പോൾ കിട്ടും. ഈ പട്ടാരൊക്കെ ശരിക്കും മഴയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ വാഗമൺ പറയാൻ പറ്റില്ല. മഴയാണെങ്കിൽ സാധാരണ വാഗമണിൽ കോടയൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ വാഗമണിൽ കോട ഭയങ്കര കഠിനമായിട്ടുള്ള കോടയാണ്. നമുക്ക് വഴിയൊന്നും കാണാൻ പറ്റില്ല. പണ്ടൊക്കെ വാഗമണിലെ വഴി കുറച്ച് സീനായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം നല്ല റോഡാണ്. 2 വഴി നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈരാറ്റുപേട്ട റോഡും നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റോഡും നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാനം സൈഡ് എത്തിയിട്ടോ നമ്മൾ തേയിലത്തോട്ടം കാണുന്നില്ല. ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും ഒക്കെ നമ്മുടെ തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുള്ളിക്കാനം ഏകദേശം എത്തി. ഈ പുള്ളിക്കാനം റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തേയിലത്തോട്ടം കണ്ട് പയ്യെ വരാം. എന്ന് വെച്ചാൽ നമ്മൾ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടൊക്കെ ആണെങ്കിൽ എല്ലാ ബസ് റൂട്ടും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കുള്ള റോഡാണ്. പക്ഷേ ഈ റൂട്ടിൽ ബസ് റൂട്ടും എല്ലാം ഉണ്ടെങ്കിലും അധികം തിരഞ്ഞെടുക്കപ്പെടാത്ത റൂട്ടായതുകൊണ്ട് ഭയങ്കര തിരക്കുറവാണ്. അത് തന്നെയാണ് ഈ റോഡിൻ്റെ ഹൈലൈറ്റ്. ആമായിട്ട് നമ്മൾ റൈഡ് ആസ്വദിക്കേണ്ട കലക്ക റൂട്ടാണ്. നമ്മളങ്ങനെ ഖനാർ വാഗമൺ സ്ട്രൈറ്റ് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. എന്തിനാണെന്നറിയാൻ പാടില്ല. പുള്ളിക്കാനം എസ്റ്റേറ്റ് കേട്ടാ. അമ്മ വന്നപ്പോഴേക്ക് ഇവിടെയുള്ള എസ്റ്റേറ്റിലുള്ള ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പോകും. മറിച്ചേ നേരെ
വന്നപ്പോഴുള്ള ക്ലൈമറ്റ് ഞാൻ കാണിച്ചു തരാവേ, നോക്കിക്കോ. ആ പൊളി 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 പൊളി. അല്ലോ നമ്മളൊരു ഒന്നും പ്രതീക്ഷിക്കാണ്ട് വന്നാട്ടാ, നല്ല രസമുണ്ട് കാണാൻ. അവരെ കണ്ടൂറ്റം കൊള്ളാം ഞാനെന്ന ഭാവം മാറ്റാം. മുടിയാട്ടും കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാറ്റി. നേരെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപ്പാടും കിളിയെ കണ്ടേ. നമ്മളിപ്പോൾ ഉള്ളത് കാനാർ പുള്ളിക്കാനാർ റൂട്ടിലുള്ള ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഇതാണ് മറ്റേ എസ്വളം എന്നൊക്കെ പറയില്ല, മറ്റേ ജോസഫ് ഓർഡിനറി സിനിമയിലൊക്കെ ഉള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. നല്ല രസമുണ്ട് ഇവിടെ. ഇവിടെ നിന്നൊരു നല്ലൊരു ഇല്ലിക്കക്കല്ല് അതാണോ? അപ്പുറത്താണോ? ആ ഭാഗത്തെങ്ങാണ്ടുണ്ട് ഇല്ലിക്കക്കല്ലുള്ളത്. ഇല്ലിക്കക്കല്ല് ആ ഭാഗത്തെങ്ങാണ്ടാണ് ഉള്ളതെന്നാണ് ഇവൻ പറയണത്. എനിക്കറിയാൻ പാടില്ല, ഇവനാ പറഞ്ഞേക്കണത്. ഇവനെല്ലാം അറിയാതെ പറഞ്ഞേക്കണ കേട്ടാ, എനിക്കറിയാൻ പാടില്ല. ഇവിടെ എങ്ങാണ്ടാണ് ഇല്ലിക്കക്കല്ല്. ഇല്ലിക്കക്കല്ലിന്റെ ബാക്ക് സൈഡ് ഈ ഭാഗത്ത് എവിടെയാ വരുന്നത്. ഇതാണത് അതാണെന്ന് സംശയമുണ്ട്. ഇവിടെ ഏതൊരു കല്ലാണ് ശരിക്കും. അത് ഇതൊക്കെ ശരിക്കും ഒരേ ഹൈറ്റിലാണ് ഉള്ളത്. വേറെ ഭാഗമായിട്ട് കാണാം. ആണോ? കാണാം.